ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. പുതിയ വീഡിയോ അല്ല, നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് ചൊവ്വര റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് 6:45 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനാണ് ഞങ്ങൾ പോണത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട്, അവൻ ദേ അവിടെ മാറിയിരിപ്പുണ്ട്. പിന്നെ ഹരിതയുണ്ട്, ആരാധ്യക്കുട്ടിയുണ്ട്, അവളുടെയും ആ കുട്ടിയുടെ അരങ്ങേറ്റമാണ്. 7 മണി കഴിഞ്ഞപ്പോഴേ ട്രെയിൻ വന്നേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് വൈകിയായിരുന്നു. അവിടെ ഒരുവിധം ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ മേക്കപ്പൊക്കെ ഒരു ഫേസൊക്കെ ചെയ്ത് മാറ്റിയിരുത്തിയായിരുന്നു കേട്ടോ. വേഗം ചെന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് എനിക്ക് മോൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ നേരെ മേക്കപ്പിന് ഇരുന്നു. അപ്പോൾ പടപടയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. മേക്കപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല എന്താ പറയണേ, ആ കോസ്റ്റ്യൂമിൽ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു എന്തോ പോലെ തോന്നിയായിരുന്നു. കാരണം എൻ്റെ മുഖം നല്ല റൗണ്ട് ഷേപ്പുള്ള മുഖമായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. പിന്നെ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുൾ കോസ്റ്റ്യൂമൊക്കെ ആയി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷം. കൂടെ വന്നവരും എല്ലാവരും. എൻ്റെ കൂടെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് ഓരോ പോസൊക്കെ പറഞ്ഞ് അന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു എന്താ പറയണ, ഈ ഒരു മേക്കപ്പ് ഇടാനും ഈ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കാനും ഒക്കെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. അപ്പോൾ അതായത് നമ്മുടെ മോഹിനിയാട്ടം, നമ്മുടെ പിള്ളേരാട്ടോ, ഭയങ്കര സന്തോഷമായി. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടണവരെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷനൊക്കെ പോയി. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. ഇത് നല്ല രീതിക്ക് നടക്കണേ ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല രീതിക്ക് തന്നെ നടന്നു. ഏത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ടീച്ചർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിർത്തി. ടീച്ചർ എല്ലാ കുട്ടികളെയും നല്ല രീതിക്കൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ ടീച്ചർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികളെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു, അതുങ്ങളെയൊക്കെ നല്ല ആ കോസ്റ്റ്യൂമിൽ കാണാൻ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി. ഫസ്റ്റത്തെ ഐറ്റം കളിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓഡിയൻസിനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിലേക്കൊക്കെ ഇരുട്ട് കയറും പോലെയൊക്കെ തോന്നി. പിന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ട് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് സ്റ്റേജിലേക്ക് കയറി. ഭയങ്കര നെർവസായിരുന്നു, എൻ്റെ മുഖത്തത് കാണാനുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് കയറിയപ്പോൾ ഒരിത്തിരി ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആയി. ആദ്യത്തിൻ്റെ ആ ടെൻഷനുള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇത് ടെൻഷനില്ലാണ്ട് കളിക്കണം എന്നൊക്കെ വിചാരിച്ച് പറ്റും പോലെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കളിച്ചെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും പേരാണ് അമ്മമാരുടെ സെറ്റിലുണ്ടായിരുന്നത്. നന്നായിട്ട് ഭംഗിയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരുപാട് നാളത്തെ വലിയൊരാഗ്രഹം, ഒരു സ്വപ്നം അങ്ങനെ കഴിഞ്ഞു. അത് സഫലമാക്കാൻ പറ്റി. അത് എങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത് അനുഭവിച്ചാൽ അതറിയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ഈ ഭരതനാട്യം കളിക്കണം, സ്റ്റേജിൽ കയറണം എന്നുള്ളത്. അതൊക്കെ എനിക്ക് സാധിച്ചു. ഒരുപാട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല. ഒരുപാട് നേർച്ചകളൊക്കെ കഴിക്കാനുണ്ട് ഇനി. ഒരുപാട് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഇനി തീർക്കണം. കാരണം ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി. നിങ്ങൾക്കിത് നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അരങ്ങേറ്റത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം.